നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we pray that you would speak to us as we look at your word. പിതാവേ, ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And we pray that the Spirit of the living God will help us to understand your word. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങയുടെ വചനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We commit this time into your hands. ഈ സമയത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. In Jesus' name. യേശുവിൻ നാമത്തിൽ. Amen. Amen. Our state is going through a difficult time because of the rains and the floods. നമ്മുടെ സംസ്ഥാനം വളരെ ഒരു പ്രയാസകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, മഴയും അതിൻ്റെ വെള്ളപ്പൊക്കവും കാരണങ്ങളും കൊണ്ട്. When people in society go through a problem like this, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെ ആളുകൾ കടന്നു പോകുന്ന സമയത്ത് okay, does the church have any role to play in something like this? ഈ ഒരു സമയത്ത് സഭയ്ക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ ഇതിൻ്റെ അകത്ത് വഹിക്കുവാനായിട്ട്? You may say, why are you asking this? This is what the state government should do. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഇതല്ലേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്, ഇത് സഭയിൽ എന്തിനാണ് ചോദിക്കുന്നത്? See, that is something that we have begun to see as something totally not our responsibility at all when others suffer. ഇത് നമ്മൾ തികച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർ നമ്മളുടെ ചുറ്റും വിഷമത്തിലായിരിക്കുന്ന സമയത്ത് നമ്മളത് ഒരു കണക്കിലെടുക്കാത്ത രീതിയിൽ പോകുന്നത്. Because somehow we made our relationship with God, between me and God, other people, no, there's no relevance to that. It's between me and my God, my walk with God. മിക്കപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവും ഞാനുമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് ദൈവവും ഞാനും മാത്രമാണ്, അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവർക്കൊരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. We won't talk like that, but that's what we think. നമ്മൾ എപ്പോഴും അങ്ങനെ സംസാരിക്കാറില്ല, പക്ഷേ നമ്മൾ അതായിരിക്കും ചിന്തിക്കുന്നത്. So today I'm going to raise up a bit of an uncomfortable topic. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു കുറച്ച് അസ്വസ്ഥപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് പറയുവാനായിട്ട് പോകുന്നത്. It is not an easy topic to deal with in a message because it's so vast, so wide. ഇത് വളരെ വലിയ ഒരു സന്ദേശം അല്ലെ ഒരു വിഷയമാകുന്നു, അതുകൊണ്ട് തന്നെ ഇതൊരു സന്ദേശത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. But I'm just going to try and speak about this week and next week. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്തൊന്നും ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഒന്ന് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. Because the church is not called to be concerned about itself. The church is called to be the light of the world, the salt of the earth. സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കുവാനായിട്ടല്ല, ലോകത്തിൻ്റെ വെളിച്ചമാകുവാനും ഉപ്പാകുവാനുമായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. But sometimes when our understanding of what we are called to be is deficient, is not complete, we don't fulfill what God wants us to do. പലപ്പോഴും നമ്മൾ ഇതിനെ പറ്റിയിട്ട് പൂർണ്ണമായും മനസ്സിലാക്കാത്തത് കൊണ്ടും അത് വ്യക്തമാകാത്തത് കൊണ്ടും നമ്മൾ ഈ ദൈവം ആഗ്രഹിക്കുന്നതിനെ അത് നിവർത്തിക്കാൻ പറ്റാതെ വരുന്നു. I'm going to take you to a verse straight away, and it's in Genesis 18, and I've spoken from this many times. ഞാൻ ആദ്യമേ തന്നെ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നാണ്. ഞാൻ ഈ ഒരു വേദഭാഗത്തിൽ നിന്നും പല പ്രാവശ്യവും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. In various ways, when I'm talking about various topics. പല പല വിഷയങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഈ ഒരു വേദഭാഗം ഞാൻ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. When I've talked about families, I've used this verse. കുടുംബങ്ങളെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ ഈ വേദഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്. When I'm talking about bringing up children, I've used this verse. കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് സംസാരിച്ചപ്പോൾ ഞാൻ ഈ വേദഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്. When I talk about fulfillment of promises, I use this verse. വാഗ്ദത്തങ്ങളുടെ നിറവേർത്തിപ്പിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഈ വേദഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്. But today I may be using it for slightly different purpose. പക്ഷേ ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. And so let's just read. Let me tell the context of this verse. ഇത് നമുക്ക് വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊള്ളട്ടെ. Now this God came to visit Abraham and Sarah
along with two other angels. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം രണ്ട് ദൂതന്മാരോടൊപ്പം അബ്രഹാമിനെയും സാറയെയും കാണുവാനായിട്ട് വന്നു. And the word used for God there is Adonai, so it may be Jesus in human form. It doesn't say Elohim, it says Adonai. So anyway, God came and visited. The word used there is Lord, Lord, Lord in that passage. ഇവിടെ ദൈവത്തെ അഡോണായി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അത് അഡോണായി എന്ന് പറയുന്നത് യേശുവിൻ്റെ മനുഷ്യരൂപത്തെയാണ് പറയുന്നത്, അല്ലാതെ ആയിരിക്കാം പറയുന്നത്, അല്ലാതെ എലോഹീം എന്നുള്ള വാക്യമല്ല, അതായത് ദൈവത്തെ അല്ല അവിടെ കാണിക്കുന്നത്. But anyway, the Lord came to Abraham and he gave specifically to tell Abraham that he's going to have a son next year. പക്ഷെ എന്തായാലും അവിടെ ദൈവം വന്നു അബ്രഹാമിനെ ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്, അടുത്ത വർഷം നിനക്കൊരു മകനുണ്ടാകും. Today morning we had the dedication of Isaac. And this is the time that God gave the promise about Abraham's son Isaac being born. ഇന്ന് രാവിലെ ഇംഗ്ലീഷ് വർഷിപ്പിന് നമുക്ക് ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നത് ഇസഹാക്കിന്റെ ജന്മത്തെ പറ്റിയിട്ടാണ്. And Sarah laughs, and because of that is how the name came about, laughter. ഇത് കേൾക്കുമ്പോൾ സാറ ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ആ പേരും വന്നത്, ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക് എന്ന വാക്ക്. It's interesting, the reason Sarah laughed was because of unbelief actually. വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ യഥാർത്ഥത്തിൽ ചിരിച്ചത് അവിശ്വാസം മൂലമാണ്, വിശ്വാസത്താലല്ല. But when she named her son Isaac, it was due to laughter of joy because she got a son. പക്ഷേ സാറ പേരിടുന്ന സമയത്ത്, ഇസഹാക്ക് എന്ന പേരിടുന്ന സമയത്ത് പേരിട്ടത് അത് സന്തോഷത്തിന്റെ ഒരു ആനന്ദത്തിൻ്റെതായിട്ടുള്ള ഒരു പേരായിട്ടാണ് ഇട്ടത്. But here, after telling them about the son to be born, they are going towards Sodom, and Abraham starts walking with them in verse 16. ഇവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതിനു ശേഷം അവർ സോദോം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നടക്കുന്ന സമയത്ത് അബ്രഹാമും ആ ആളുകളുടെ കൂടെ നടക്കുകയാണ്. So can you read from verse 16 to verse 19? ഉൽപ്പത്തി 18:16 മുതൽ 19 വരെ. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോടുകൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. Okay, I have to correct myself because here the word used is Jehovah actually, not Adonai in Malayalam. ഇവിടെ എനിക്ക് തിരുത്താനായിട്ടുള്ള കാര്യമുണ്ട്. മലയാളത്തിൽ യഹോവ എന്ന് തന്നെയാണ് അത് പറയുന്നത്, കർത്താവെന്നല്ല. Okay. Anyway, so let me explain this situation because I want you to understand this situation properly. ഞാനിത് കുറച്ച് വ്യക്തമായിട്ട് സംസാരിച്ചോളട്ടെ, ഇത് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. In most of our minds, when we think of the promise to Abraham, we think of Genesis chapter 12, 1-3, and we think, because God made the promise, it is definitely going to happen. I mean, it's going to happen because God is going to make it happen. ഇവിടെ അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകം 12-1-3 വരെ വാക്യങ്ങളിലെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം, ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അത് എന്തായാലും തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. But here it doesn't say that. പക്ഷേ ഇവിടെ അത് അങ്ങനെ പറയുന്നില്ല. See what God is saying. ഇവിടെ എന്താണ് ദൈവം പറയുന്നത് നിങ്ങൾ കാണുക. God is saying, shall I hide from Abraham what I'm going to do in Sodom? ഞാൻ സോദോമിൽ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി അബ്രഹാമിൽ നിന്നും ഒളിക്കേണ്ട കാര്യമുണ്ടോ? മറച്ചു വെക്കാൻ പറ്റുമോ? Because I have chosen him that he may teach his children and the children's children after him to walk in the way of the Lord in righteousness and justice, so that I may do what I promised to do. കാരണം എന്തു എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത്, അബ്രഹാമിൻ്റെ തലമുറയെടുത്ത് വരും തലമുറകളിലും അതിനുള്ള തലമുറകളിലും ശേഷമുള്ള തലമുറകൾക്കും
ദൈവത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും നീതിയും ന്യായവും ചെയ്യുവാൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അബ്രഹാമിന് ഇത് കാണിച്ചു കൊടുക്കുന്നത്. See, you see very clearly here that when Abraham teaches his children and the family to walk in righteousness and justice, ഇവിടെ നമ്മൾ 19-ാം വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം, അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പറ്റി പഠിപ്പിക്കുന്നതായിട്ട് ചെയ്യുമ്പോൾ then God will fulfill the promise to him. ആ സമയത്ത് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിവർത്തിക്കും. It's very clear. അത് വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. As Abraham teaches his children and the family to walk in righteousness and justice, then I will fulfill the promise I made to him earlier on. അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും ചെയ്യുവാനായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റുക ചെയ്യും എന്നാണ് പറയുന്നത്. Now, it's a very interesting verse. ഇത് വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വാക്യമാണ്. Righteousness and justice. നീതിയും ന്യായവും. What does it mean? അതെന്താണ് വ്യക്തമാക്കുന്നത്? I'm going to be speaking about it this message and next message. ഈ ഒരു സന്ദേശവും തുടർന്നുള്ള സന്ദേശത്തിലും ഞാൻ ഇതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. Now, righteousness and justice has many facets. നീതിയും ന്യായവും എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അതിന് പല ഒരു വ്യാഖ്യാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു അർത്ഥങ്ങളുണ്ട്, ഭാഗങ്ങളുണ്ട്. Yeah. Now, the point is, because those of us who have come to believe in Jesus are made righteous in Jesus, നമ്മൾ യേശുവിൽ വിശ്വസിക്കുകയാണെന്ന സമയത്ത് നമ്മൾ യേശുവിൽ നീതിമാന്മാരാവുകയാണ്. so because of that, അതുകൊണ്ട് തന്നെ we think we have nothing to do with righteousness. All my righteousness is what Jesus gives me and that's it. അതുകൊണ്ട് തന്നെ ഈ നീതിയുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് ഒന്നുമില്ല. ദൈവത്തിൻ്റെ നീതി എൻ്റെ മേൽ വന്നു, അതുകൊണ്ട് അതെല്ലാം തീർന്നു. Does that mean that we can live in any way we want? അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്നത് പോലെ നമുക്ക് ജീവിക്കാം എന്നാകുന്നു അത് അർത്ഥമാക്കുന്നത്? You see, in the old covenant, they could not fulfill the righteousness of God because they were depending on the law. And by the law, no one can fulfill the commandments of God. We need God's help. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നീതിയെ അന്നുള്ള ജനങ്ങൾക്ക് നടപ്പാക്കുവാൻ സാധ്യമല്ലായിരുന്നു. കാരണം അവർ നിയമത്തിൻ്റെ കീഴിലായിരുന്നു. അങ്ങനെ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നിയമം അനുസരിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. But we know that in the new covenant, those who are filled with the Spirit fulfill the demands of the law. പക്ഷേ ഈ പുതിയ നിയമം വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട നമ്മൾ ആ ഒരു നിയമത്തെ, അല്ലെങ്കിൽ ആ ഒരു നിയമത്തെ നമ്മൾ നടപ്പാക്കുന്നു. Yes. The standard of righteousness is fulfilled by those who are filled with the Spirit and walk with God. നീതിയുടെ ആ ഒരു നിലവാരത്തെ നമ്മൾ അതിനെ ഉറപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടക്കുന്ന സമയത്ത്. But in the old covenant, പക്ഷേ പഴയ നിയമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ they didn't know about Jesus yet. അവർക്ക് യേശുവിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. So they were called to walk in a standard of righteousness. പക്ഷെ അതുകൊണ്ട് തന്നെ അവരെ വിളിച്ചിരുന്നത് ഒരു നീതിയുടേതായിട്ടുള്ള നിലവാരങ്ങൾ അതിൽ നടക്കുവാൻ വേണ്ടിയിട്ടാണ്. So most of us New Testament believers think we don't need to do that because Jesus has become our righteousness. അതുകൊണ്ട് തന്നെ പുതിയ നിയമവിശ്വാസികളാകുന്ന പലരും ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം, നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം യേശു നമ്മുടെ നീതി ആയിരിക്കുന്നു. So if someone tells you, is your life right? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നീതിയുള്ളതാണോ? Then I will say immediately, if someone asks me, I will say no, but Jesus is my righteousness. Finished. Full stop. ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ പറയും, എൻ്റെ ജീവിതത്തെ പറ്റിയിട്ടല്ല, പക്ഷേ യേശു ആണ് എൻ്റെ നീതി. Is that a right way to talk in the scriptures? വേദപുസ്തകം അടിസ്ഥാനത്തിൽ ഇത് ശരിയായിട്ടുള്ള രീതിയിലാണോ നമ്മൾ പറയുന്നത്? Because Romans talk about the fact that those of us who have been baptized into Christ have become one with Jesus and we walk in the righteousness of God. കാരണം റോമർ അധ്യായത്തിൽ പറയുന്നത് യേശുവിനോടുകൂടി വിശ്വസിക്കപ്പെട്ട നമ്മൾ യേശുവിൻ്റെ കൂട്ടത്തിൽ ഒരു ശരീരമായി നീതിമാന്മാരായി മാറുന്നു എന്നുള്ളത്. But then what does it mean? പക്ഷെ എന്താകുന്നത് അർത്ഥമാക്കുന്നത്? What is the righteousness of God? എന്താകുന്നു ദൈവത്തിൻ്റെ നീതി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? You see, I'm going to be looking at the Old Testament part at the beginning. ഞാനിവിടെ ആദ്യം നോക്കാൻ പോകുന്നത് പഴയ നിയമത്തിലെ കുറച്ച് കാര്യങ്ങളാകുന്നു. And then I will come to, hopefully before we end, I'll look at some parts of New Testament.
ഒടുവിൽ അവസാനിക്കുന്നതിന് മുൻപ് കുറച്ച് ഭാഗങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നോക്കുവാനായിട്ട് പോകുന്നു. And only by next week the messages will be whole, total. ഈ ഒരു സന്ദേശത്തിന്റെ പൂർണ്ണം എത്തുന്നത് അടുത്ത ആഴ്ചത്തെ സന്ദേശം കൂടെ കഴിയുമ്പോൾ മാത്രമാകുന്നു. Okay? Now, let's go back to this verse which we heard. നമുക്ക് ഇപ്പോൾ കേട്ട ഈ വേദഭാഗത്തിലേക്ക് നമുക്ക് ഒന്നും കൂടെ നോക്കാം. God's will was that Abraham brings up his children in righteousness and justice. ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് അബ്രഹാം തന്റെ തലമുറയെ നീതിയിലും ന്യായത്തിലും നടത്തണം എന്നുള്ളതായിരുന്നു. Why? എന്തുകൊണ്ട്? Why is this so important? ഇത് എന്തുകൊണ്ടാണ് വളരെ പ്രാധാന്യമുള്ളത്? Why are we called to walk in godly manner? എന്തുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ നടക്കണം എന്ന് നമ്മൾ പറയുന്നത്? Let me explain this very simple way. ഇത് ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരട്ടെ. Whatever we are called to display in our life is because we are made in the image of God. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതായിട്ടുള്ള എന്ത് കാര്യവും എന്തുകൊണ്ടെന്നാൽ അത് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. Love, joy, peace, patience, kindness, all of these characteristics we are called to walk in that way because we are made in the image of God. സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ പറയുന്നതും നമ്മളത് ചെയ്യണമെന്ന് പറയുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. But sin came and affected this. പക്ഷേ പാപം കടന്നു വന്നു ഇതിനെ താറുമാറാക്കി. And because sin came and affected this, we could not walk in this way till our hearts are made clean, and that happens only in the new covenant through the cross. ഈ പാപം വന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം എന്തെന്നാൽ നമ്മളുടെ ഹൃദയം ശുദ്ധമല്ലാതാകുകയും ഒരുപക്ഷെ നമ്മൾ ആ ഒരു ശുദ്ധിയിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള യേശു ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. And then the Spirit of the living God comes and helps us to live this new life God wants us to live. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ആ പുതിയ ഉടമ്പടിയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മളിലേക്ക് വരികയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സഹായിക്കുകയും ചെയ്യും. But remember, even Jesus taught this in Matthew chapter 5. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. After telling them you are the salt of the earth, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന്, you are the light of the world, നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ശിഷ്യന്മാരോട് and പറഞ്ഞു. after telling them about, he re-explains the law in a new way. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം യേശു നിയമത്തെ പറ്റിയിട്ട് വളരെ വേറൊരു തലത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. He doesn't say the law is removed. യേശു ഒരിക്കലും പറയുന്നില്ല നിയമം മാറ്റിവെക്കുക അല്ലെങ്കിൽ നിയമം മാറിപ്പോയി എന്നല്ല. Forget the Old Testament. Jesus never said that. പഴയ നിയമം മറന്നേക്കുക എന്ന് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. He basically said, I have not come to remove the law, I have come to fulfill the law. യേശു എപ്പോഴും പറഞ്ഞത് ഉള്ളതായിട്ടുള്ള കാര്യം, ഞാൻ നിയമത്തെ മാറ്റുവാനല്ല വന്നത്, ഞാൻ നിയമത്തെ ഉറപ്പിക്കുവാനാണ് വന്നതെന്നാണ്. Please turn Matthew chapter 5. നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നോക്കാം. Because some of you seem to be very puzzled when I am telling these things. നിങ്ങൾ പലർക്കും അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് Matthew chapter 5 verse 13 to 20. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും
ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. We are not told that the Old Testament standards are removed. ഇവിടെ ഒരിക്കലും പറയുന്നില്ല പഴയ നിയമത്തിൻ്റെ ആ ഒരു നിലവാരങ്ങൾ മാറ്റപ്പെട്ടുവെന്ന്. Now that the Holy Spirit has come, the Old Testament is removed. ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, അതുകൊണ്ട് പഴയ നിയമം മാറ്റാം. No. അങ്ങനെയല്ല. In fact, Jesus made the standards of the Old Testament much more internal, much more stronger. ഒരുപക്ഷെ യേശു ചെയ്തത് പഴയ നിയമത്തിൻ്റെതായിട്ടുള്ള നിലവാരങ്ങളെ കുറച്ചും കൂടെ ഉറപ്പിക്കുകയാണ് ചെയ്തത്, കുറച്ചും കൂടെ ബലമുള്ളതാക്കുകയാണ് ചെയ്തത്. In the Old Testament, if you commit adultery, you are sinful. പഴയ നിയമത്തിൽ നിങ്ങൾ വ്യഭിചാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാപിയാകുന്നു. But in the New Testament, even if you thought of a woman like that, you are sinful, or a man like that, you are sinful. പക്ഷെ പുതിയ നിയമത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നു. In the Old Covenant, in chapter 5, it says, if you kill someone, you are guilty. ഈ 5-ാം അധ്യായത്തിലൂടെ പറയുന്നത് നിങ്ങളൊരു വ്യക്തിയെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റക്കാരനാകുന്നു എന്നാണ് പഴയ നിയമം പറയുന്നത്. But in verse 22, it says, compared to that, even if you get angry with someone, you are guilty, Jesus says. 22-ാം വാക്യത്തിൽ പറയുന്നത് അത് താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ എടുത്ത് ദേഷ്യപ്പെടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കുറ്റക്കാരനാകുന്നു. In the Old Covenant, if you did a sin, you could come and put a sacrifice. Give a sacrifice to God and God will forgive your sin. പഴയ നിയമത്തിൽ നിങ്ങളൊരു പാപം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യാഗം കഴിക്കാം. ആ യാഗത്തിലൂടെ ദൈവം നിങ്ങളെ ക്ഷമിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. But here it says, even if you are wanting to give a sacrifice and remember there's a problem still, you go and get it right, then come and give the sacrifice. Other sacrifice of no use. പക്ഷേ ഈ അധ്യായത്തിൽ പറയുന്നതാണ് നിങ്ങളുടെ യാഗവുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ സഹോദരനുമായിട്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോയി അത് നിരപ്പ് പ്രാപിക്കുക, അതിനുശേഷം വന്ന് യാഗം അഴിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ യാഗം കൊണ്ട് അർത്ഥമില്ല എന്നാണ് പറയുന്നത്. And then in verse 48 of chapter 5 it says, therefore you are to be perfect as your heavenly Father is perfect. അത് അവസാനം 48-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണൻ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരാകുവിൻ. So what I'm trying to tell you is, because we are in the new covenant, because Jesus has forgiven our sins, because we have been filled with the Holy Spirit, it doesn't mean that we don't need to live righteous lives. ഇത് എന്തുകൊണ്ടാണ് ഞാനിതോട് പറയുന്നത്? നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവരായി യേശുവിന് കൂടെ നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നീതിയെ പറ്റിയിട്ടോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊരു പക്ഷേ നമുക്ക് ചിന്തിക്കുന്നുണ്ടാവാം. That is wrong if you think that way. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. What does it say in Romans chapter 8? റോമർ 8 എന്താണ് പറയുന്നത്? Romans 8 verse 3 and 4. റോമർ 8:3-4 വാക്യങ്ങൾ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. Please read verse again, verse 4. ഈ വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. So the righteousness of the law is not taken away, but the Holy Spirit enables us to walk in the righteousness of the law. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ന്യായപ്രമാണത്തിന്റെ നീതി അതിനെ എടുത്തു മാറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവ് ആ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. In the old way, we could not walk in a way pleasing to God. പഴയ നിയമത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദകരമാകുന്ന രീതിയിൽ നമുക്ക് നടക്കുവാൻ സാധിക്കില്ല. But God sent His Son to become our righteousness. പക്ഷേ ദൈവം തന്റെ മകനെ അയച്ചു, നമുക്ക് നീതിയായിട്ട് മകനെ മാറ്റി. So that when we accept that righteousness,
അതുകൊണ്ട് നമ്മൾ ആ ഒരു നീതി അംഗീകരിക്കുമ്പോൾ, when we are born again and we repent and turn away from our sin, നമ്മൾ വീണ്ടും ജനിച്ച് നമ്മൾ നമ്മുടെ പാപത്തിൽ നിന്ന് തിരിയുന്ന സമയത്ത് God fills us with His Holy Spirit ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുക തന്നെ ചെയ്യും. so that we can walk righteous life. അതെന്തിനാൽ നമ്മൾ നീതിമാന്മാരായിട്ട് ജീവിക്കേണ്ടതിനാണ്. Not that we can walk any way we want. നമുക്ക് എങ്ങനെയും നടക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല. See, this is a very important thing that we need to understand. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. Because righteousness and justice is in the heart of God. കാരണം നീതിയും ന്യായവും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉള്ള കാര്യമാണ്. See, when God was telling the people of Israel long before He gave the law, 400 years before the law, ദൈവം ഇസ്രായേൽ മക്കളോട് സംസാരിക്കുന്ന സമയത്ത് 400 വർഷങ്ങൾക്ക് മുൻപേ നിയമം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ദൈവം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, when He's talking to their father Abraham, which is the first instruction He's giving, അവരുടെ പിതാവായ അബ്രഹാമിന് ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ആദ്യ നിർദ്ദേശം തന്നെ ഇതാകുന്നു. I want you to bring up your children in righteousness and justice. നീ നിന്റെ മക്കളെ നീതിയിലും ന്യായത്തിലും വളർത്തണം. Let me just stop for a minute. ഞാൻ ഒരു നിമിഷം ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. How many of us have trained our children to walk in righteousness and justice? നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ മക്കളെ നീതിയിലും ന്യായത്തിലും നടക്കുവാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്? It is so important. അത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാകും. If we don't teach ourselves to walk in righteousness and justice, then we don't understand the rest of the things. This is one of the first foundations. നമ്മൾ ഒരുപക്ഷെ നമ്മൾ കുട്ടികളെ നീതിയിലും ന്യായത്തിലും വളർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. കാരണം ഇതാകുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള അടിസ്ഥാനം. Because righteousness and justice is based on the holiness of God. കാരണം എന്തെന്നാൽ നീതിയും ന്യായവും ദൈവത്തിന്റെ വിശുദ്ധിയിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. There are a lot of people in this world who want to emphasize God's love more than holiness. ഈ ലോകത്തിൽ ഒരുപാട് ആളുകളും ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധിയെക്കാട്ടിലും ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയിട്ടാണ് അവർ കൂടുതലും സംസാരിക്കുന്നത്. But you know that in the scriptures, the only characteristic of God which is repeated 3 times in one place is holiness. Holy, holy, holy is the Lord God Almighty. പക്ഷെ നമ്മൾ വേദഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം 3 പ്രാവശ്യം പറയുന്നതായിട്ടുള്ള കാര്യം വിശുദ്ധിയെ പറ്റിയിട്ടാണ്. കാരണം പറയുന്നത് പരിശുദ്ധൻ 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 ആകുന്ന ദൈവം എന്നാകുന്നു പറയുന്നത്. Now we need to begin to understand holiness of God cannot be compromised. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം ദൈവത്തിന്റെ വിശുദ്ധിയെ അതിനെ നിസ്സാരമായിട്ട് കാണുവാൻ സാധിക്കത്തില്ല. But what is holiness? പക്ഷെ എന്താകുന്നു വിശുദ്ധി? Holiness means totally different, completely different from what we are. വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ആയിരിക്കുന്നോ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. It is totally different. അതിന് തികച്ചും എതിരായിട്ടുള്ളൊരു കാര്യമാണ്. That is actual meaning of the word holy, actually, not pure. The pure is a derivative meaning of the word holiness. And that means a meaning you get out of the original meaning. വിശുദ്ധി എന്ന് പറയുന്ന പദത്തിന് ശരിക്കും ശുദ്ധിയുള്ളത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേറൊരു അർത്ഥത്തിലുള്ള പദമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധി എന്ന് പറയുന്ന പദത്തിന് പറയുന്നത് തികച്ചും എതിരായിട്ടുള്ളത് എന്നാകുന്നു. You know, out of that meaning has come the word separated. വേർപാട്. ഈ ഒരു വാക്യത്തിൽ നിന്നാണ് വേർപാട് എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടുള്ളത്, ഒരു പദം വന്നിട്ടുള്ളത്. It means that it is totally different from everything else. You have to be separate. You have to be different. അതിന്റെ അർത്ഥം പറയുന്നത് തികച്ചും മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളത്, തികച്ചും എതിരായിട്ടുള്ള രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. But somehow we have used that word separated to mean that we are not in touch with the world at all. ഈ വേർപാടെന്ന് പറയുന്ന പദം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ നിന്നും വേർപെട്ട രീതിയിൽ അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. That's not the meaning of the word. അതല്ല അതിന്റെ ശരിക്കുമുള്ള അർത്ഥം. Because the most holy person who lived on the face of the earth was Jesus. കാരണം എന്ന് പറയുന്നത് ഏറ്റവും വിശുദ്ധിയിൽ ഏറ്റവും തികഞ്ഞതായിട്ടുള്ള ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ചത് യേശു ക്രിസ്തുവായിരുന്നു. And he was in the world and with the people and with the sinners. യേശു ഈ ഭൂമിയിലായിരുന്നു, ജനങ്ങളുടെ നടുവിലായിരുന്നു, പാപികളുടെ നടുവിലായിരുന്നു. You need to begin to understand that God wants us to lead holy lives, which means
completely like Him, completely separated unto Him. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, ദൈവം നമ്മളെക്കുറിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ട് വേർപെട്ട രീതിയിൽ ജീവിക്കണം എന്നുള്ള വേണ്ടിയിട്ടാണ്. But at the same time, പക്ഷേ ഇതേ സമയത്ത് തന്നെ we need to begin to understand that holiness means we live righteous life and a life that is absolutely just. ഇതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ള കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ശരിക്കും നീതിയിൽ ജീവിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. Recently I was teaching in a particular class. ഈ അടുത്ത സമയത്ത് ഞാനൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുകയുണ്ടായി. And I was looking at this verse in Isaiah 55. ഞാൻ ഏഷ്യാവിലെ 55-ാം അധ്യായത്തിൽ ഞാൻ നോക്കുകയായിരുന്നു. And can you please read verse 8? ഏഷ്യ 55-ന്റെ 8 ഒന്ന് വായിക്കാമോ? എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. Now that is a very good explanation of holy. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധി എന്ന് അർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളത്. Because God is not like us. കാരണം ദൈവം നമ്മളെ പോലെ അല്ല. He is totally different. ദൈവം തികച്ചും വ്യത്യസ്തനാണ്. We cannot understand even what God is like in a way. ദൈവം ആരാണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ പോലും സാധിക്കത്തില്ല. Why am I telling you all this? എന്തുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത്? I'm trying to explain, set a base for the understanding of righteousness. ഇവിടെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നിങ്ങൾ നീതിയുടെ ഒരു അടിസ്ഥാനത്തെ പറ്റിയിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. You see, righteousness means living in a way that is holy, that is right before God. നീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ ശരിയായിട്ട് ജീവിക്കുക, ദൈവത്തോടൊപ്പം കറക്റ്റായിട്ട് ജീവിക്കുക. Listen carefully. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. When our children are growing up, നമ്മളെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് we almost always teach them to become like the world. ലോകത്തിൽ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന മോനെ, you also do like that. നമ്മളെപ്പോഴും അവരെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമുണ്ട്, ഈ ലോകത്തിൽ എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതേപോലെയാണ് എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പം മോനും അതേപോലെ ചെയ്യണമെന്ന് പറയും. No, God says you are to be different. അങ്ങനെയല്ല, ദൈവം പറയുന്നത് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. Why is this important? ഇത് എന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളത്? Because what we are supposed to do to other people are different from the way the world treats other people. കാരണം നമ്മൾ മറ്റുള്ള വ്യക്തികളോട് ചെയ്യേണ്ടത് ലോകം മറ്റുള്ള വ്യക്തികളോട് ചെയ്യുന്നതിനേക്കാളും തികച്ചും വ്യത്യസ്തമാണ്. Okay, I'm just going to take you to a couple more verses which I'll ask Sister Anita to read. ഞാൻ 2-3 വേദഭാഗങ്ങളും കൂടെ ഇപ്പോൾ വായിക്കുവാനായിട്ട് പറയുന്നു. Why is righteousness and justice important? എന്തുകൊണ്ടാണ് നീതിയും ന്യായവും പ്രാധാന്യം അർഹിക്കുന്നത്? Psalm 89 verse 14. സങ്കീർത്തനം 89:14. Psalm 89:14. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു, ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കുന്നു. Psalm 97 verse 2. സങ്കീർത്തനം 97:2. 1-2 വായിച്ചാട്ടെ. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. മേഘവും അന്ധകാരവും അവന്റെ ചുറ്റും ഇരിക്കുന്നു, നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. Psalm 85 verse 10-13. സങ്കീർത്തനം 85:10-13 വരെ. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവ നന്മ ചെയ്യുകയും നമ്മുടെ ദേശം വിള തരികയും ചെയ്യും. നീതി അവന് മുൻപായി നടക്കുകയും അവൻ്റെ കാൽച്ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും. See, I've just read 2 or 3 verses from Psalms. ഇവിടെ നമ്മളിപ്പോൾ വായിച്ചത് സങ്കീർത്തനത്തിൽ നിന്നും 2-3 വാക്യങ്ങളാണ്. And it's so clear that righteousness and justice are foundational understanding of who God is.
ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് നീതിയും ന്യായവും എന്ന് പറയുന്നത് ദൈവം ആരാകുന്നു എന്നതിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. And so it is so important for us to begin to see that God tells us, Jeffy, he tells the whole church, you need to understand that you are called to be righteous and just. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും, നമ്മൾ വ്യക്തിപരമായിട്ടും സഭയായിട്ടും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുള്ള കാര്യമാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നീതിയിലും ന്യായത്തിലും നടക്കണം എന്നുള്ളതാണ്. Oh, what we may say, but I just love to worship God. I don't like justice and righteousness. ഒരുപക്ഷെ നമ്മളിങ്ങനെ പറയും, എനിക്ക് ദൈവത്തെ ആരാധിച്ചാൽ മാത്രം മതി, എനിക്ക് നീതി ന്യായം ഒന്നും അതൊന്നും Why should I care about other people and treat them properly? ഞാൻ എന്തിനാ മറ്റുള്ളവരെ പറ്റിയിട്ട് നോക്കുന്നത്, അവരെ ശരിയായിട്ട് സ്വീകരിക്കേണ്ട കാര്യം. I have no time for all of that. അതിനെനിക്കുള്ള സമയമൊന്നുമില്ല. I am just going to fast and pray, that's enough. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, അത് മാത്രം മതി. Who cares about righteousness and justice? ഇവിടെ നീതി ന്യായം നോക്കുന്നത് ആരാണ്? Oh, really? ശരിക്കും? Then let's read here one more verse, couple more verses. എന്നാൽ നമുക്ക് 2-3 വാക്യങ്ങൾ കൂടെ നോക്കാം. Amos chapter 5 verse 21 to 24. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 20 മുതൽ 21 വരെ. 21 തൊട്ട് 24 വരെ. 21 തൊട്ട് 24 വരെ. നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുൻപിൽ നിന്ന് നീക്കുക. നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. Thank you. This is not the only verse. The same thoughts are there in the book of Amos and Micah and Isaiah and other prophets. ഇപ്പോൾ നമ്മൾ കേട്ടതായിട്ടുള്ള ഈ ഒരു ചിന്ത ഈ ഒരു വാക്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇതേ ചിന്തകൾ തന്നെയാണ് ആമോസിന്റെ പുസ്തകത്തിലും മൈക്കയുടെ പുസ്തകത്തിലും ഐസയുടെ പുസ്തകത്തിലും എല്ലാം ഉള്ളത്. So what is God saying there? അവിടെ എന്താണ് ദൈവം പറയുന്നത്? God is saying, Jeffy, hey, if you don't walk in righteousness and justice with your fellow being, then don't bring me worship. ഇവിടെ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ ദൈവവുമായിട്ട് അല്ല, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നീതിയിലും ന്യായത്തിലും അല്ല നടക്കുന്നതെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ആരാധന കൊണ്ടുവരരുത്. I am just making a real basic understanding. This is just basic understanding if you read the Bible. ഇത് വളരെ പ്രധാനമായിട്ടും ഉള്ള ഒരു അടിസ്ഥാനമാണ്. ഇത് നമ്മൾ വേദപുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Now why does God say this in the prophets? ഇത് എന്തുകൊണ്ടാണ് പ്രവാചകന്മാരിൽ കൂടെ ദൈവം പറഞ്ഞത്? Because God had already given them instructions about this. കാരണം ദൈവം ഇതിനു മുൻപേ തന്നെ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. That they have to treat their neighbors with righteousness and justice. മറ്റുള്ള ആളുകളുടെ നീതിയും ന്യായത്തിലും അവരോട് ഇടപെടണം എന്നുള്ള ദൈവം അവരുടെ അടുത്ത് മുന്നേ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. Can you please come to Leviticus 19? ലേവ്യ പുസ്തകം 19 വരാമോ? This is where God gave them the law. ഇവിടെയാകുന്നു ദൈവം നിയമത്തെ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നത്. And there in Leviticus 9, you can read so many chapters are there, but I'm just giving you one passage. ഈ ലേവ്യ പുസ്തകം മുഴുവനും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും, പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അധ്യായം കാണിക്കുകയാണ്. Leviticus 19 from verse 9 to 17, can you please read? ലേവ്യ പുസ്തകം 19 9 മുതൽ 17 വരെ. നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അരികെ തീർത്ത് കൊയ്യരുത്. നിന്റെ കൊയ്ത്തിൽ കാല പെറുക്കുകയും അരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പറിക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കുകയും അരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോടൊരുത്തൻ ഭോഷ്ക് പറയരുത്. എൻ്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്. അവൻ്റെ വസ്തു കവർച്ച ചെയ്യുകയും അരുത്. കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. ചെകിടനെ ശപിക്കരുത്.
കുരുടന്റെ മുൻപിൽ ഇടർച്ച വയ്ക്കരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. ഞാൻ യഹോവയാകുന്നു. ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്. എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. Thank you, Atramari. So, you can keep on reading in these chapters. You keep looking at chapters, look at 22, Leviticus 22, verse 22. No, sorry. 23, verse 22. ലേവ്യ പുസ്തകം 23:22. നിങ്ങളുടെ നിലത്തിലെ വിളവെടുക്കുമ്പോൾ വയലിന്റെ അരികെ തീർത്തു കൊയ്യരുത്. കാല പെറുക്കുകയും അരുത്. അത് ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. Come to Deuteronomy chapter 24. ആവർത്തന പുസ്തകം 24, 19 to 22. 19 മുതൽ 22 വരെ. നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നു പോന്നാൽ അതിനെ എടുപ്പാൻ മടങ്ങി പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. ഒലിവ് വൃക്ഷത്തിൻ്റെ ഫലം തല്ലുമ്പോൾ കൊമ്പ് തപ്പിപ്പറിക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. മുന്തിരിത്തോട്ടത്തിലെ പഴം അറുത്തെടുക്കുമ്പോൾ കാല പെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്ന് ഓർക്കേണം. അതുകൊണ്ടാകുന്നു ഞാൻ ഇക്കാര്യം നിന്നോട് കൽപ്പിക്കുന്നത്. You see, God very clearly, now you can go through the law and you will find many more examples of this. നിങ്ങൾ ഈ പഴയ നിയമത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പല ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. So this is not an option. This is not something that, many people say in New Testament time it's a voluntary thing. ഇത് നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പായിട്ടല്ല. പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, പുതിയ നിയമത്തിൽ നിങ്ങൾക്കെല്ലാം തിരഞ്ഞെടുക്കാം എന്നുള്ളത്. Let me tell you something very simple. Please remember. Please pay attention. ഞാൻ നിങ്ങൾക്ക് വളരെ ലഘുവായിട്ടുള്ള കാര്യം പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കുക. The whole Bible was not there when the apostles were teaching the word of God. അപ്പോസ്തലന്മാർ ദൈവത്തിന്റെ വചനത്തെ സംസാരിക്കുന്ന സമയത്ത് ഈ മുഴുവൻ ബൈബിളും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. They only had the Old Testament. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പഴയ നിയമം മാത്രമാകുന്നു. So when it talks about in Acts that they taught the word of God, they were teaching the Old Testament actually. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണാം, അപ്പോസ്തലന്മാർ വചനത്തിൽ നിന്നും പഠിപ്പിച്ചു എന്ന് പറയുന്നത് ആ സമയത്ത് അവരുടെ കയ്യിൽ പഴയ നിയമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. This was what they taught. ഈ പഴയ നിയമത്തിൽ നിന്നാകുന്നു അവർ പഠിപ്പിച്ചത്. It was quite a few years later that the New Testament books were accepted as canon or as a word of God. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാനോൺ എന്നുള്ള രീതിയിൽ പുതിയ നിയമത്തെയും കൂടി അതിനെ അംഗീകരിക്കപ്പെടുകയും അത് ദൈവവചനമായി മാറുകയും ചെയ്തത്. So when they were studying the scriptures, they were studying the Old Testament. അന്നുള്ള സമയത്ത് അവർ വചനം പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് അവർ പഴയ നിയമത്തിൽ നിന്ന് മാത്രമാണ് പഠിച്ചിരുന്നത്. And they were taught to walk in righteousness and justice and to treat the fellow human beings as God wanted them to treat them. അതുകൊണ്ട് തന്നെ നീതിയും ന്യായത്തിലും നടക്കുവാൻ വേണ്ടിയിട്ടും അവരെ പഠിപ്പിക്കുകയും ആ മറ്റുള്ളവരുമായിട്ടും അവരെ ആ രീതിയിൽ നിയന്ത്രിക്കണം എന്നുള്ളത് പഠിപ്പിക്കുകയും ചെയ്തു. So when it says in the Old Covenant, in the Psalms, I have walked justly, this is talking about the fact that those people were taking care of the needy. They were taking care of the people. They were walking in righteousness with God and with fellow being. അതുകൊണ്ട് തന്നെ പഴയ ഉടമ്പടിയിൽ ഞാൻ നീതിയിൽ നടക്കുക എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ളത് കാര്യം മാത്രമല്ല, മറ്റുള്ള വ്യക്തികളുമായിട്ടും ഞാൻ നിരപ്പായിട്ടുള്ള കാര്യത്തിൽ അവർക്ക് വേണ്ടുന്ന രീതിയിൽ കരുതലുകളെല്ലാം കൊടുത്തും എന്നുള്ള രീതിയിലാണ് നീതിയിൽ നടക്കുക എന്ന് പറയുന്നത്. Now why is this important? ഇത് എന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളത്? Because in many of our minds, these things are not at all relevant for us. Because as far as we are concerned, be born again, be filled with the Spirit, get ready for the Lord to come. That's it. നമ്മൾ പലർക്കും ഇത് ഒരിക്കലും അത് പ്രാധാന്യമുള്ള കാര്യമല്ല. നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടു, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടു, നമ്മൾ ഇനി ദൈവത്തിന്റെ വരവ് കാത്ത് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. But I want to remind you, beloved in the Lord, that when it talks about your life of righteousness, God expects you to walk in a particular way. കർത്താവിൽ പ്രിയരായ നിങ്ങളെ ഓരോരുത്തരെയും എനിക്ക് പ്രബോധിപ്പിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് നീതിയിലും ന്യായത്തിലും നടക്കുക എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളോടും കൂടെ ചേർന്ന് നടക്കുന്നതിനെ പറ്റിയിട്ടുമാണ്.
Now, I'll be talking a little bit more next week. This is an introductory message. ഇതിൻ്റെ ഒരു മുഖവരയായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടും അടുത്ത ആഴ്ചയായിരിക്കും Some സംസാരിക്കുന്നത്. of these verses I've read, I'll explain it in greater detail next week. And ഇപ്പോൾ നമ്മൾ it may be a bit more uncomfortable. ഇപ്പോൾ നമ്മൾ വായിച്ചതായിട്ടുള്ള വാക്യങ്ങൾ കുറച്ചും കൂടെ വിവരിച്ച് ഞാൻ അടുത്ത ആഴ്ച പറയുന്നതായിരിക്കും. പക്ഷേ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അസ്വസ്ഥം പെടുത്തുന്ന രീതിയിലായിരിക്കും. But this is the truth of the word of God. We cannot gloss over it. We cannot deny it and say, oh, this doesn't apply to my life. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ മുകളിൽ നമ്മൾ മറച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നിരസിച്ചുകൊണ്ടോ നമ്മൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കത്തില്ല. Your Christian life is not just between you and God alone. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം മാത്രമല്ല. God wants you, your life, to result in the glory of His name, which means your life should be lived in such a way that it affects other people, blesses other people, and so that they can see the love of God and the life of God through your life. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടണമെന്നാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ആ ബന്ധത്തിൽ, ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ആ ഒരു കരുതലിൽ നമ്മൾ മറ്റുള്ളവരെ കരുതുകയും ചെയ്യുകയും ജീവിക്കുകയും വേണ്ടതാണ്. That is why Jesus says you are the salt of the earth, which means your life is so full of what is right that you are flavoring the society. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്നുള്ളത്. ഉപ്പ് എന്നുള്ളത് കൊണ്ട് രുചി പകരുന്ന രീതിയിൽ നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനപ്പെടുന്ന രീതിയിൽ ആകണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. And when it talks about you are the light of the world, ഇവിടെ ലോകത്തിന്റെ വെളിച്ചമെന്ന് യേശു പറയുന്ന സമയത്ത്, look at that verse. Can you please read Matthew 5:14 to 16? നമുക്ക് ആ വചനം ഒന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 14 മുതൽ 17 വരെ. 16 വരെ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. Okay, please think a minute with me. ഒരു നിമിഷം എന്നോടൊപ്പം നിങ്ങളൊന്ന് ചിന്തിക്കാമോ? Should our lives glorify God? നമ്മളുടെ ജീവിതം ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ? Yes? Yes? No? ഇല്ലയോ? Okay. How is it supposed to glorify God? എങ്ങനെയാകുന്നു അത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടത്? Tell me. നിങ്ങൾ ഉത്തരം പറയണം. നമ്മുടെ ഇല്ല നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് മഹത്വപ്പെടുത്തണം. എന്താണ് നല്ല പ്രവർത്തികൾ? നിങ്ങൾ വീട്ടിൽ കുത്തിയിരുന്ന് ബൈബിൾ വായിക്കുന്നത് മാത്രമാണോ നല്ല പ്രവൃത്തി? നേരായിട്ടും അത് ആർക്കും കാണാൻ പറ്റത്തില്ല. നോ വൺ ക്യാൻ സീ ദാറ്റ്. നമ്മൾ വീട്ടിലിരുന്ന് ബൈബിൾ വായിച്ചാൽ ആർക്കും കാണുവാൻ സാധിക്കത്തില്ല. ഹൗ ഇസ് യുവർ ലൈഫ് സപ്പോസ് ടു ബി ദ ലൈറ്റ്? ഐ എം ആസ്കിങ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ജീവിതം എങ്ങനെയാകുന്നു ഒരു വെളിച്ചമായിട്ട് മാറുന്നത്? See, let me tell you one thing very simple. ഞാൻ എളുപ്പമുള്ളൊരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞുകൊള്ളട്ടെ. If only we live out the life of Jesus, നമ്മൾ യേശുവിൻ്റെ ജീവിതം ജീവിക്കുകയാണെങ്കിൽ മാത്രം, if we live it out, നമ്മളത് ജീവിക്കുകയാണെങ്കിൽ, that means we are doing the good works Jesus wants us to do in loving people, taking care of them, doing this, doing that. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കരുതുകയും അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും ഇതുമെല്ലാം ചെയ്യുകയാണ്. These are the good works, friends. ഇതാകുന്നു നല്ല പ്രവൃത്തി സുഹൃത്തുക്കളെ. Let me tell you, you don't even need to preach. They will be running into the church.
നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ട് പ്രസംഗിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല, ഈ പ്രവൃത്തികൾ കണ്ട് തന്നെ അവർ സഭയിലേക്ക് വരുവാൻ സാധിക്കും. Do you know that in the early church, they were killing Christians? So many Christians are being killed. In some periods of church history, the early 1st and 2nd century, I think about half of the churches were killed. Christians were killed. ആദിമസഭയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെ കൊല്ലുകയും ചെയ്യുകയുണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഒരു സഭയുടെ പകുതി ആളുകളെയും കൊന്നുകളയുന്നുണ്ടായിരുന്നു. But they grew even when people are being killed. ആ ആളുകൾ മരണപ്പെടുന്ന സമയത്തും സഭ വളർന്നുകൊണ്ടിരുന്നു. When you study church history, you find this out. സഭയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമ്മൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. You know why people became believers? എന്തുകൊണ്ടാണെന്നറിയോ ആ സമയത്ത് ആളുകൾ വിശ്വാസികളായിരുന്നത്? It's not because they were speaking in tongues. അത് അവർ അന്യഭാഷകൾ സംസാരിച്ചത് കൊണ്ടല്ല. Not because they were sitting and fasting and praying. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. No, please go read church history. അതൊന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ സഭാചരിത്രം വായിച്ചാൽ There are books in our library. There are church history books here in our library. I've set a 7-volume books. If you know English, you can read it. നമ്മുടെ ലൈബ്രറിയിൽ തന്നെ സഭാചരിത്രത്തിന്റെ 7 വോളിയമായിട്ടുള്ള ബുക്കുകളുണ്ട്. അത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വായിക്കാം. They became believers because of their love. അന്ന് ആളുകൾ വിശ്വാസികളായിരുന്നത് ആളുകളുടെ സ്നേഹം കണ്ടതുകൊണ്ടാണ്. And the unbelievers would say, see how they love us, how they love one another. അവിശ്വാസികളായിട്ടുള്ള അന്നുള്ള ആളുകൾ പറയുമായിരുന്നു, കാണുക അവർ നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്. Let me ask, a very uncomfortable question to you and to me also. നിങ്ങളോടും എന്നോടും കൂടെ ചേർത്ത് ഞാൻ ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ചോളട്ടെ. If people were to describe your life, people who live around you, would they say that you are a person who loves them? നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തെ പറ്റി ഒന്ന് വിവരിക്കുവാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയായിരിക്കും പറയുന്നത്? നിങ്ങളൊരു സ്നേഹമുള്ള ഒരാളാണ് എന്ന് പറയുമോ? God is calling us to walk in righteousness and justice. ദൈവം നമ്മളെ നീതിയിലും ന്യായത്തിലും നടക്കുവാനാണ് വിളിക്കുന്നത്. He gave his life for us, our Lord Jesus, that he may redeem us from dead works to walk in the fullness of life of God. കർത്താവായ യേശു അവൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നത്, നമ്മളെ വീണ്ടെടുത്തത് ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പൂർണ്ണതയിൽ നമ്മൾ നടക്കേണ്ടതിനായിട്ടാണ്. To save us from dead works. നമ്മളുടെ ചത്തതായിട്ടുള്ള പ്രവൃത്തികൾ, നിർജീവ പ്രവൃത്തികളിൽ നിന്നും നമ്മളെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. You see, and to redeem a group of people who abound in the life of God. അതിൽ നിന്നും ഒരു ജനക്കൂട്ടത്തെ, ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ജീവിതത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ജനക്കൂട്ടത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. When we look at the book of Philippians, നമ്മൾ ഫിലിപ്പിയറിലെ പുസ്തകം നോക്കുകയാണെങ്കിൽ there's a very interesting verse. അവിടെ വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള വാക്യമുണ്ട്. Can you read 9, 10, 11, please? Chapter 1. Philippians 1, 9, 10, 11. ഫിലിപ്പിയർ 1:9, 10, 11. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. Now the interesting thing is, as soon as we talk about the fruits of righteousness, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിയുടെ ഫലത്തിനെ പറ്റിയിട്ട് പറഞ്ഞതിനോടൊപ്പം തന്നെ അത് പറയുന്ന ഉടനെ we immediately make it something internal. Love, joy, peace. That's it. നീതിയുടെ ഫലത്തെ പറ്റിയിട്ട് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും നമ്മളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് മാത്രം സ്നേഹം, ദയ, സമാധാനം അത് മാത്രത്തിലേക്ക് ഒതുങ്ങുന്നു. But when you look at the scriptures, it talks about your life with other people also. പക്ഷേ നമ്മൾ വേദഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതവും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെയും അത് കാണിക്കുന്നുണ്ട്. But when I read Philippians 1:11, I think of it as me and my God only.
പക്ഷേ ഞാൻ ഫിലിപ്പിയർ 1:11 വായിക്കുമ്പോൾ ഞാനും ദൈവവും മാത്രമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. But that is not the way the whole of the Bible teaches. പക്ഷേ ഈ വേദപുസ്തകം മുഴുവനായിട്ടും പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യമല്ല. We are to be people whose lives is a blessing to other people. നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമാകുന്ന രീതിയിൽ ജീവിക്കേണ്ടതായിട്ടുള്ള വ്യക്തികളാകുന്നു. And so next week I'm going to explain this a bit more. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലും കുറച്ച് വിവരിച്ച് പറയുന്നതായിരിക്കും. You see, I stop with giving you one example. ഞാൻ അവസാനമായിട്ട് ഒരു ഉദാഹരണത്തോടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. The example is the life of Jesus. ആ ഉദാഹരണം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. He is the one who lived a life of righteousness and justice. യേശുവിൻ്റെ ജീവിതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീതിയിലും ന്യായത്തിലും ജീവിച്ചതായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. When there was prophecy in the Old Testament also, it said he will do righteousness and justice. പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം വന്ന സമയത്ത് തന്നെയും പറഞ്ഞിട്ടുള്ള കാര്യം അവൻ നീതിയും ന്യായവും നടപ്പാക്കുമെന്നാണ്. And when he lived on the earth, അതുകൊണ്ട് തന്നെ യേശു ഭൂമിയിൽ ജീവിച്ചതായിട്ടുള്ള സമയത്ത് what was his life like? എങ്ങനെയായിരുന്നു യേശുവിൻ്റെ ജീവിതം? He went out and touched people which no one would touch. യേശു ഈ ലോകത്തിലേക്ക് കടന്നു ചെന്നു ഒരാളുകൾ പോലും തൊടാത്തതായിട്ടുള്ള ആളുകളെ യേശു തൊട്ടു. He went and talked to women whom no one would talk to. യേശു പോയി ആരും സംസാരിക്കാത്തതായിട്ടുള്ള സ്ത്രീകളുടെ അടുത്ത് യേശു പോയി സംസാരിച്ചു. To a group of people called Samaritans whom all the Jews hated. യഹൂദന്മാർ വെറുത്തതായിട്ടുള്ള ശമരിയക്കാരുടെ അടുത്ത് യേശു സംസാരിച്ചു. And whenever he was telling a good story of the good person was a Samaritan usually. ഒരു നല്ല വ്യക്തിയുടെ ഒരു കഥ പറഞ്ഞത് ശമരിയക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥയാണ് പറഞ്ഞത്. You see, Jesus was someone who went against the accepted norms of all the people. യേശു എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ അംഗീകരിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പോയ ഒരു വ്യക്തിയാണ്. Most people would not go to the home of a sinner. ഒരു പാപിയുടെ വീട്ടിലേക്ക് അന്നുള്ള ആളുകൾ പോകില്ല. But he went. പക്ഷേ യേശു പോയി. They criticized him. അവർ യേശുവിനെ കുറ്റം വിധിക്കുകയുണ്ടായി. But he went. എന്നാലും യേശു പോയി. They called him the friend of sinners and publicans. യേശുവിനെ അവർ പാപികളുടെ കൂട്ടുകാരൻ എന്ന് വിളിക്കുകയുണ്ടായി. ചുങ്കക്കാരുടെ കൂട്ടുകാരൻ എന്ന് വിളിക്കുകയുണ്ടായി. But he went. പക്ഷെ എന്നാലും യേശു പോയി. He loved them. യേശു അവരെ സ്നേഹിച്ചു. He took care of the poor and destitute. അനാഥരായിട്ടുള്ളതും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളെയും യേശു സംരക്ഷിച്ചു. But he didn't have anything to take care of them. പക്ഷെ യേശുവിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. But he still took care of them. യേശു തന്നെത്താൻ അവരെ ശുശ്രൂഷിച്ചു. A leper was supposed to cry unclean, unclean and run away. കുഷ്ഠരോഗി എന്ന് പറയുന്നത് ആ സമയത്ത് അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഓടി ഒളിക്കേണ്ടതായിട്ടുള്ള വ്യക്തിയായിരുന്നു. But Jesus went and touched him. പക്ഷേ യേശു പോയി അദ്ദേഹത്തെ തൊട്ടു. When it talks about healing, when he went and healed the leper, it doesn't say he commanded the leprosy to go. It says he touched him. യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി എന്ന് പറയുന്നത് യേശു ദൂരെ നിന്നിട്ട് ആ രോഗം മാറട്ടെ എന്നല്ല പറഞ്ഞത്. യേശു അടുത്തു ചെന്ന് കുഷ്ഠരോഗിയെ തൊട്ടു. Why? എന്തുകൊണ്ട്? Because a Jew will never touch him. കാരണം യഹൂദൻ ആ സമയത്ത് കുഷ്ഠരോഗിയെ തൊടുകയില്ല. Jesus is breaking our usual understanding of how we behave. യേശു ആ സമയത്ത് ഉടയ്ക്കുന്നതായിട്ടുള്ള പല പല മാനുഷികമായിട്ടുള്ള പല ഒരു ചിന്തകളെയും ഉടച്ചുകൊണ്ടാണ് യേശു പ്രവർത്തിച്ചത്. His lifestyle was a lifestyle of righteousness of God. യേശുവിന്റെ ജീവിത ശൈലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതി എങ്ങനെയാണോ അതിന്റെ ഒരു ശൈലിയിലാണ് യേശു ജീവിച്ചത്. And God is calling you and me to walk that way. ദൈവം നമ്മളെ ഓരോരുത്തരെയും എന്നെയും നിങ്ങളെയും വിളിക്കുന്നത് ആ രീതിയിൽ നടക്കുവാനാണ്. If you and I have become born again, ഞാനും നിങ്ങളും വീണ്ടും ജനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, if you and I say we are disciples of Jesus, ഞാനും നിങ്ങളും യേശുവിന്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നുണ്ടെങ്കിൽ, if you and I say we have his life in us, നമ്മൾ ഓരോരുത്തരും പറയുന്നുണ്ടെങ്കിൽ യേശുവിന്റെ ജീവിതമാണ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്നുണ്ടെങ്കിൽ, then we need to live like he lived also. അങ്ങനെ ആകുന്നുവെങ്കിൽ യേശു ജീവിച്ചതുപോലെ തന്നെ നമ്മളും ജീവിക്കേണ്ടതായിട്ടുണ്ട്. With a concern and a love for those who don't have, ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയിൽ ആ ഒരു കരുതലിൽ ജീവിക്കണം. And reaching out to people who need the help. സഹായം ആവശ്യമുള്ളവർക്ക് സഹായം വേണ്ടുന്ന രീതിയിൽ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം. You see, we can always be those who become channels through which God can send his love to others.
നമ്മൾ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കുന്നത് ഓരോ പാത്രങ്ങളായിട്ട് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. Righteousness and justice നീതിയും ന്യായവും are the foundation of God's throne. അത് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. Righteousness and justice നീതിയും ന്യായവും is what God wanted Abraham to teach his family and the rest of the Jewish nation. അതാകുന്നു ദൈവം അബ്രഹാം തൻ്റെ മക്കളോടും അതിനുശേഷമുള്ള വരും തലമുറകളോടും പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യം. When you and I believe in the Lord Jesus, ഞാനും നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് he becomes our righteousness. യേശുവിൽ വിശ്വസിക്കുന്ന സമയത്ത് യേശു നമ്മുടെ നീതിയാകുന്നു. Why? എന്തുകൊണ്ട്? That we may live righteous and just lives. കാരണം നമ്മൾ നീതിയിലും ന്യായത്തിലും ഉള്ള ഒരു ജീവിതം ജീവിക്കേണ്ടതായിട്ടുണ്ട്. God's righteousness coming into us, God's justice coming into us and changing us so that we live the life of Jesus. ദൈവത്തിന്റെ നീതിയും ന്യായവും നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരികയും നമ്മളുടെ ജീവിതത്തെ മാറ്റുകയും നമ്മൾ യേശുവിനെ പോലെ ജീവിക്കുകയും ചെയ്യും. This is not to theorize about righteousness and justice. Theorize. ഇത് നമ്മളുടെ ഒരു നീതി ന്യായം എന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ളൊരു തത്വമായിട്ടോ അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കലായിട്ടോ അല്ല. There are a lot of people in the world who talk about it as theories. ഇങ്ങനെ പല പല കാര്യങ്ങളിലെ ഒരു തത്വമായിട്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കലായിട്ട് പറയുന്നതായിട്ടുണ്ട് പലരും. But God is asking us to be changed. പക്ഷേ ദൈവം നമ്മളെ വിളിക്കുന്നത് നമ്മൾ മാറ്റപ്പെടുന്ന രീതിയിലാണ്. To be different. നമ്മൾ വ്യത്യസ്തരായിട്ടിരിക്കുവാനാണ്. To be witnesses of Jesus. ദൈവത്തിന്റെ യേശുവിന്റെ സാക്ഷികളായിട്ടിരിക്കുവാൻ വേണ്ടിയിട്ട്. That our lives become like Jesus's. നമ്മളുടെ ജീവിതം യേശുവിന്റെ ജീവിതം പോലെ ആയിരിക്കുവാൻ. That we reach out and touch people. നമ്മൾ കടന്നു ചെന്ന് മറ്റുള്ളവരെ തൊടുവാൻ വേണ്ടിയിട്ട്. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, thank you that you have given us the righteousness of Jesus that comes to us through the cross. പിതാവേ, അങ്ങ് യേശുവിലൂടെ അങ്ങയുടെ നീതി യേശുവിൻ്റെ ക്രൂശിലൂടെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. But Lord, help us not to think that it is something private. And Lord, we are called to just, live as if it's only our lives we need to be concerned about. ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടേതായിട്ടുള്ള ഒരു സ്വകാര്യമായിട്ടും ഞങ്ങളുടെ സ്വന്തം ജീവിതം മാത്രം ഒതുങ്ങി ജീവിക്കുവാനുള്ള രീതിയിലല്ല. Oh Lord, you have called us that we may be a blessing. ദൈവം ഞങ്ങളെ അങ്ങ് വിളിച്ചത് ഞങ്ങളൊരു അനുഗ്രഹമായിരിക്കേണ്ടതിനാകുന്നു. That we may be the salt of the earth. ഞങ്ങൾ ഈ ലോകത്തിന്റെ ഉപ്പാകുവാൻ That we may വേണ്ടിയിട്ടാണ്. be the light of the world. ഞങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുവാൻ And വേണ്ടിയിട്ടാണ്. for that we thank you that you have given us the Holy Spirit. Lord, Holy Spirit. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾക്ക് വേണ്ടി ദൈവം തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. That we may live this life of Jesus. ഞങ്ങൾ യേശുവിന്റെ ആ ഒരു ജീവിതം ഞങ്ങളിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെ And സഹായിക്കുന്നു. so help us, Lord. ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Because in our own ability we just cannot do it. ഞങ്ങളുടേതായിട്ടുള്ള സ്വന്തം കഴിവിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കത്തില്ല. And so we humble ourselves before you and say we need your help. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട്. Oh, let the Spirit of Christ live in us to reach out and love people whom we are not willing to. നമ്മൾ ഒരിക്കലും എത്തുവാൻ പോലും സാധിക്കാത്ത ജനങ്ങളുടെ നടുവിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്ന് ആ ഒരു വ്യക്തികളിലേക്ക് എത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Lord, change our minds, Lord. ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. Lord, transform us. ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. That we may be like Jesus. ഞങ്ങൾ യേശുവിനെ പോലെ ആകുവാൻ വേണ്ടിയിട്ട്. That we may be filled with His Spirit. ഞങ്ങൾ യേശുവിന്റെ ആത്മാവിനാൽ നിറയുവാൻ വേണ്ടിയിട്ട്. Oh, that we may walk in your way. ഞങ്ങൾ അങ്ങയുടെ വഴികളിൽ നടക്കുവാനായിട്ട്. And so, Father, as a church we pray അതുകൊണ്ട് പിതാവേ, ഒരു സഭയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. that we may understand what righteousness and justice means. നീതിയും ന്യായവും എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി തരണമേ ഞങ്ങൾ That പ്രാർത്ഥിക്കുന്നു. we may understand your heart, Lord. അങ്ങയുടെ ഹൃദയം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് And പ്രാർത്ഥിക്കുന്നു. so help us, Father, ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. to live your life. അങ്ങയുടെ ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് To പ്രാർത്ഥിക്കുന്നു. this we commit ourselves. ഇതിനു വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. As we go out into this world, ഞങ്ങൾ ഈ ലോകത്തിലേക്ക് കടന്നു പോകുന്ന ഈ സമയത്ത് help us to remember that we are salt and light. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഓർക്കുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഉപ്പായിട്ടും വെളിച്ചമായിട്ടും ആണെന്നുള്ളത് ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. That we may truly reach out and, Lord, do the works of righteousness. ശരിയായിട്ടും ഞങ്ങൾ എത്തിച്ചെന്ന് ദൈവത്തിന്റെ നീതിയും ന്യായവും ആ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. Oh, Father, take us and use us. പിതാവേ, ഞങ്ങളെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. In Jesus' precious name. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ. Amen. ആമേൻ. May the Lord help all of you to live in this
in this life of God in the coming week. നിങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ ദൈവത്തിൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈ വരുന്ന ആഴ്ചകളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.